ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിറ്റ് ഓഫ് സ്റ്റൈലിംഗ്. ഇന്ന് ഒരു പ്ലെയിൻ സാരിയിൽ നമുക്ക് എങ്ങനെ എംബ്രോയ്ഡറി ചെയ്ത് ഭംഗിയാക്കാം എന്നുള്ളതാണ്. അപ്പം പ്ലെയിൻ സാരിയിൽ ഈ ഒരു എംബ്രോയ്ഡറിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഓർഗൻഡിയുടെ ഒരു അധികം സ്റ്റിഫ് അല്ലാത്തൊരു മെറ്റീരിയലിൻ്റെ പ്ലെയിൻ സാരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് സാരി വേണമെങ്കിലും എടുക്കാം. ഷിഫോൺ എടുക്കാം, അതല്ലെങ്കിൽ ഓർഗൻസ എടുക്കാം, അതല്ലെങ്കിൽ കോട്ടൺ, മിക്സഡ് കോട്ടൺ ഉണ്ട്, വോയിൽ കോട്ടൺ ഉണ്ട്, പല പല മെറ്റീരിയൽ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇത് ഇപ്പോൾ ഈ പ്ലെയിൻ സാരി എന്ന് പറയുന്നത് ഇത്രയും കളറ് ഈ സ്ക്രീനിൽ കാണുന്ന അത്രയും ഡാർക്ക് അല്ല, ഇത് കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ ഒരു 390 റുപ്പീസിൻ്റെ ഒരു പ്ലെയിൻ ഓർഗൻഡി ടൈപ്പ് അധികം സ്റ്റിഫ് ആവാത്തൊരു സാരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നൂലുകളാണ്. അപ്പോൾ നൂലെടുക്കുന്നതിന് മുൻപ് തന്നെ ഞാനൊരു ഡിസൈൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡിസൈൻ ഞാനൊന്ന് കാണിച്ചു തരാം. ഏത് ഡിസൈനാണ് ഞാൻ ഇന്ന് ഇതിൽ ചെയ്യാൻ പോകുന്നതെന്നുള്ള ഡിസൈൻ ഈ ബുക്കിൽ ഞാൻ കാണിച്ചു തരാം. ഇന്നിപ്പോൾ ഈ സാരിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഡിസൈനാണ്. ഇത് വളരെ നല്ലൊരു ബുക്കാണ്. ഒരുപാട് ഇതുപോലത്തെ നല്ല നല്ല ഡിസൈൻസ് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ബുക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസൈൻസ് എല്ലാം തന്നെ ബട്ടർ പേപ്പറിലാണ് പ്രിൻറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ബുക്കാണ്. ഇതാരെങ്കിലും കാണുവാണെങ്കിൽ വാങ്ങി സൂക്ഷിക്കാൻ. നമുക്ക് ബെഡ്ഷീറ്റ്സിലും പിന്നെ സൽവാറിലും അതുപോലെ ദുപ്പട്ടാസൊക്കെ ചെയ്യാനായിട്ട് വളരെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈൻ ബുക്കാണ്. അതുകൂടാതെ വേണ്ടത് ഒരു കാർബൺ പേപ്പറാണ്. നമുക്ക് നമ്മുടെ പാറ്റേൺ ഒന്ന് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാർബൺ പേപ്പർ. അപ്പോൾ ഞാനൊരു യെല്ലോ കാർബൺ പേപ്പറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് ത്രെഡ് വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഏതൊക്കെ കളേഴ്സാണ് ഡിസൈഡ് ചെയ്ത് ത്രെഡ്. പിന്നെ വേണ്ടത് സൂചി. അപ്പോൾ സൂചി ഇത് സാധാരണ എംബ്രോയ്ഡറി സൂചിയാണ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഞാൻ ബീഡ്സും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു തിൻ സൂചിയും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സാരിയിൽ ഈ നമ്മൾ കണ്ടുപിടിച്ച ഡിസൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഡിസൈൻ മാർക്ക് ചെയ്യുന്നത് നമ്മളുടെ ഇഷ്ടപ്രകാരം പല രീതിയിൽ, അതായത് പ്ലീറ്റ്സിൽ മാർക്ക് ചെയ്യാം, പ്ലീറ്റ്സിൽ മാത്രം ചെയ്യാം, അതല്ലെങ്കിൽ മുന്താണിയിൽ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സാരി എടുക്കുന്ന പ്ലീറ്റ്സ് ഫ്രണ്ടിലുള്ള പ്ലീറ്റ്സിൻ്റെ അവിടെ മാത്രം ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ഡിസൈൻ ഞാൻ വേറൊരു പേപ്പറിലേക്ക് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ വേറൊരു പേപ്പറിലേക്ക് കാർബൺ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുത്തത്. ഇനി ഇതാണ് ഞാൻ സാരിയിലേക്ക് ട്രേസ് ചെയ്യാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആകെ ഒരൊറ്റ ഡിസൈൻ ഒരു പേപ്പറാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് ഞാൻ ഒരുപാട് പ്രാവശ്യം സാരിയിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അത് ചീത്തയാവാനിടയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ആദ്യം തന്നെ ഒരു പേപ്പറിൽ ട്രേസ് ചെയ്തെടുത്തിട്ട് ആ പേപ്പറിൽ നിന്നാണ് ഡയറക്റ്റായിട്ട് ഈ സാരിയിലേക്ക് ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ സാരിയിൽ ഇടയ്ക്ക് നിങ്ങൾ ഒരു വയലറ്റ് പർപ്പിൾ പോലത്തെ ഷെയ്ഡ് കാണുന്നുണ്ട്. അത് ക്യാമറയുടെ കുഴപ്പമാണ്, ലൈറ്റിങ്ങിൻ്റെ എന്തോ ഒരു കുഴപ്പമാണത് ചെറിയ വേറൊരു ഷെയ്ഡ് കാണുന്നത്. അപ്പോൾ അതങ്ങനെ നമുക്ക് ആവശ്യം വേണ്ട ഭാഗത്ത്, ഇതിപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഫസ്റ്റ് നമ്മൾ ഫ്രണ്ടിലിടുന്ന പ്ലീറ്റ്സിൻ്റെ 3 സെക്ഷനിൽ ഞാൻ ഇത് ട്രേസ് ചെയ്തിട്ടുണ്ട്. യെല്ലോ കാർബൺ ആയതുകൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പുറമെ പെൻസിലും കൂടെ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ടത് കാണാൻ പറ്റും. നമ്മൾ എംബ്രോയ്ഡറി ചെയ്യാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് സ്റ്റിച്ചിങ് കിട്ടണമെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ യെല്ലോ കളർ ആയതുകൊണ്ട് അത്ര തെളിച്ചമില്ലാത്തത് കൊണ്ട് ഞാനൊന്ന് പെൻസിലും കൂടെ വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഫസ്റ്റ് പ്ലീറ്റ്സിൽ 3 സെക്ഷനായിട്ട് തന്നെ സെയിം ഡിസൈൻ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ ഇഷ്ടമാണ്, എത്ര പ്രാവശ്യം വേണം, 1 മതിയോ എന്നൊക്കെ ഉള്ളത്. പിന്നെ കോർണറിൽ ഇതുപോലെ ഒരു എൽ ഷേപ്പിൽ ഡിസൈൻ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഇതിൽ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട് 2 ഡിസൈൻ കാണുന്നുണ്ട്. അതിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡിസൈൻ എൽ ഷേപ്പിൽ അവിടെ കൊടുത്തു. പിന്നെ ഒരു അടുത്ത കോർണർ, അതായത് മുന്താണിയുടെ പ്ലീറ്റ്സിന് അടിയിൽ പോകുന്ന പ്ലീറ്റ്സിൽ വരുന്ന അടുത്തൊരു ചെറിയൊരു പൂവും കൊടുത്തു. കാരണം അത് ബ്ലാങ്കായിട്ട് കിടക്കണ്ടെന്ന് വെച്ചു. മെയിനായിട്ട് കാണുന്നത് ഈ ഒരു ഫസ്റ്റ് നമ്മൾ ഇടുന്ന മുന്താണിയുടെ ആ ഒരു ഭാഗമാണ്. അവിടെ ഞാനൊരു എൽ പോലെ ഒരു ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ തോളത്തിടുന്ന പ്ലീറ്റ്സിൻ്റെ ഏറ്റവും പുറമേ വരുന്ന സെക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അവിടെയാണ് എൽ ഷേപ്പിൽ ഡിസൈൻ കൊടുത്തത്. അതിൻ്റെ കോർണറിൽ, മറ്റേ കോർണറിലാണ്, അകത്ത് വരുന്ന സെക്ഷനിലെ കോർണറിലാണ് ഒരു പൂവ് മാത്രമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഫ്രണ്ട് പോർഷൻ ഒന്നും കൂടെ കാണിക്കുന്നു.
ഇത് കൂടാതെ പ്ലീറ്റ്സിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു സിംഗിൾ ലീഫ് കൊടുത്തിട്ടുണ്ട്. പാറ്റേണിലൊരു ലീഫ് മാത്രം, പാറ്റേണിലുള്ള ഒരു ലീഫ് മാത്രം ഇവിടെ വരച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ലീഫിൻ്റെ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട്, മോട്ടീഫ് പോലെ വരാൻ വേണ്ടിയിട്ട് അത് കൊടുത്തിരിക്കുകയാണ്. സാധാരണ രീതിയിൽ ഇത് നമ്മളൊന്ന് ഉടുത്ത് നോക്കിയിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും. എവിടേക്കാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നതെന്നനുസരിച്ച് മാർക്ക് ചെയ്യുന്നതായിരിക്കും ഉത്തമം. അതല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് വളരെ റഫായിട്ടൊരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞുതരാം. 5.5 മീറ്ററുള്ളൊരു സാരി നമ്മൾ 4ആയിട്ട് മടക്കിയിടുക. 4ആയിട്ട് മടക്കുമ്പോൾ കിട്ടുന്ന ആ 2 മടക്കുകളുണ്ടല്ലോ, 4ആയിട്ട് മടക്കുമ്പോൾ നമ്മളുടെ 2 സെക്ഷനായിട്ട് നമുക്ക് കാണാൻ പറ്റുമല്ലോ. ആ 2 സെക്ഷനിൽ താഴെ ഭാഗത്ത് ആണ് മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പം ഒന്ന് പുറമേ കാണുന്ന ആ ഡിവൈഡ് ആയിട്ട് വരുന്ന ആ പോർഷനിലും, പിന്നെ ഒന്ന് അകത്ത് കാണുന്ന ഡിവൈഡ് ആയിട്ടുള്ള പോർഷനിലുമാണ്. അതായത് പുറമേ കാണുന്ന ഭാഗം, ഡിവൈഡായിട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സാരി പ്ലീറ്റ്സിൻ്റെ തുടക്കം, സ്റ്റാർട്ടിംഗ് ആണ്. അകത്ത് കാണുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മൾ മുന്താണി ഇടുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങും ആയിരിക്കും മിക്കവാറും. അപ്പോൾ അതൊന്ന് ആലോചിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ ഡിസൈൻ മാർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് റഫായിട്ടുള്ളൊരു ഐഡിയ. അതല്ല, നിങ്ങളുടെ ശരീരപ്രകൃതി അനുസരിച്ചിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. വളരെ മെലിഞ്ഞവരാണെങ്കിൽ ചിലപ്പം വ്യത്യാസം വരും. അതുപോലെ തന്നെ വളരെ തടിച്ച ശരീരമുള്ളവർക്കും നല്ലവണ്ണം വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് കുറച്ചും കൂടെ സാരിക്ക് നീട്ടം കൂടുതൽ വേണം. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ സ്റ്റിച്ചിങ് ഉൾപ്പെടുത്തിയിട്ടില്ല. സാധാരണ ഫിഷ് ബോൺ സ്റ്റിച്ചും അതുപോലെ സ്ട്രെയിറ്റ് സ്റ്റിച്ചുമാണ് ഞാൻ ഇവിടുത്തെ പാറ്റേണിൽ ഉപയോഗിച്ചിരിക്കുന്നത്.